സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന രാസവസ്തു ഏതാണ്? ഈർപ്പരഹിതമായ കുമ്മായപ്പൊടിയിലൂടെ ഈർപ്പരഹിതമായ ക്ലോറിൻ വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന രാസവസ്തുവാണ് ബ്ലീച്ചിങ് പൗഡർ. ഓപ്ഷൻ ഡി, ബ്ലീച്ചിങ് പൗഡർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ ധാതു ചുവടെയുള്ളതിൽ ഏതാണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ ധാതു ചുവടെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി, മോണോസൈറ്റ് ആണ്. ഓപ്ഷൻ ബി, മോണോസൈറ്റ്. ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്? ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച്. റാണിഗഞ്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി. സങ്കരയിനം നെല്ല് വികസിപ്പിച്ചെടുത്ത നെല്ല് ഗവേഷണ കേന്ദ്രം പട്ടാമ്പി. ഓപ്ഷൻ ബി, പട്ടാമ്പി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഓപ്ഷൻ എ, ഗാന്ധി ഇർവിൻ ഉടമ്പടി. ലിങ്കൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? ലിങ്കൺ ഓഫ് കേരള പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത്? മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശമാണ്. പശ്ചിമഘട്ടങ്ങളുടെ കിഴക്കുവശം. ഏതു മലനിരകളിലാണ് മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി മലനിരകളിലാണ്. ആരവല്ലി. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് മാറിയത് 86ാം ഭേദഗതി അനുസരിച്ചിട്ടാണ്. ഓപ്ഷൻ സി, 86ാം ഭേദഗതി. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87 ആണ്. ഓപ്ഷൻ സി, 87. കേരള ചരിത്രത്തിൽ നടന്ന ജാഥകളും അത് നയിച്ച നേതാക്കളെയും തന്നിരിക്കുന്നു. തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നത് യാചന യാത്ര വി.ടി. ഭട്ടതിരിപ്പാട്, പട്ടിണി ജാഥ എ.കെ. ഗോപാലൻ, യുദ്ധവിരുദ്ധ ജാഥ പൊയ്കയിൽ യോഹന്നാൻ, സാമൂഹിക പരിഷ്കരണ ജാഥ ആനന്ദ തീർത്ഥൻ. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല എന്നത് ഏത് മൗലിക അവകാശത്തിന്റെ പരിധിയിൽ വരുന്നതാണ്? ഓപ്ഷൻ സി ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്നു. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജമുദ്രി. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരവല്ലിയാണ്. ഓപ്ഷൻ സി, ആരവല്ലി. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേളി എന്നത് സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്. സംഗീത നാടക അക്കാദമി. നേവ ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കാനാണ് നടത്തുന്നത്? നേവ ടെസ്റ്റ്
എയ്ഡ്സ് രോഗനിർണയത്തിനുള്ള ടെസ്റ്റാണ് നേവ ടെസ്റ്റ് എയ്ഡ്സ്. താഴെ കൊടുത്തവയിൽ മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? മഴയുടെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്ലൂവിയോമീറ്റർ ആണ്. പ്ലൂവിയോമീറ്റർ. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1, 2, 3. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവരാണ് ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സാപ്രു എന്നിവർ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1721. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ? അരയ സമാജ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പൻ. ഓപ്ഷൻ ബി പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏത്? ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്? ഉപരിസഭ. രാജ്യസഭയാണ് ഉപരിസഭ എന്ന് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി രാജ്യസഭ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ? പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കുൻവർ സിംഗ് ആണ്. കുൻവർ സിംഗ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. ഓപ്ഷൻ ബി വയനാട്. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ പട്ടേലാണ്. ഓപ്ഷൻ ബി സർദാർ പട്ടേൽ. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത്? ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ. കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങാണ് ധനാശി. കഥകളി അവതരണത്തിലെ അവസാന ചടങ്ങാണ് ധനാശി. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ ഭക്ഷ്യവിള ഏതാണ്? ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് റൈറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ കേരളത്തിലെ സംരക്ഷിത പ്രദേശം? റോബർട്ട് റൈറ്റ് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മയോപ്പിയ ബാധിക്കുന്നത് കണ്ണിനെയാണ്. കണ്ണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ റഷ്യ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം? ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? കർണാടകത്തിലാണ്. ബൊക്കോറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കോറോ ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ്. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നമായിരുന്നത് ചർക്ക. ഏതിന്റെ അയിരാണ് ഗലീന? ഗലീന കറുത്തീയത്തിന്റെ അയിരാണ്. കറുത്തീയം. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് വിറ്റാമിൻ ബിയുടെ കുറവാണ്. വിറ്റാമിൻ ബി. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് നിർമ്മൽ ഗ്രാമ പുരസ്കാറാണ്. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാർ.
കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആരായിരുന്നു? വി പി മേനോൻ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നത് വി പി മേനോൻ. ബോക്സൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലോഹം അലൂമിനിയമാണ്. അലൂമിനിയം. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. പ്രകൃതിയിലെ ബോൺസായി. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളാണ്. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനമാണ് കുറിഞ്ഞിമല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനമാണ് കുറിഞ്ഞിമല. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഞാറ്റുവേല മേടം 1. ഓപ്ഷൻ ബി മേടം 1. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കോട്ടണോപോളിസ് മുംബൈയാണ്. ഓപ്ഷൻ സി മുംബൈ. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നത് പമ്പ, കല്ലടയാർ, ചാലിയാർ, പെരിയാർ എന്നിവയാണ്. ഇടത്തരം നദികളിൽ പെടാത്തത് കല്ലടയാറാണ്. മലനാടില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. പമ്പ നദിയുടെ വൃഷ്ടിപ്രദേശം 2235 ചതുരശ്ര കിലോമീറ്ററാണ്. 2235 ചതുരശ്ര കിലോമീറ്റർ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. പാലക്കാട് ചുരം. NH 544. NH 544. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? സാമ്പത്തിക ആസൂത്രണം റഷ്യയിൽ നിന്നുമാണ്. ഓപ്ഷൻ ഡി റഷ്യ. പഞ്ചായത്ത് രാജ്, നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് പഞ്ചായത്ത് രാജ്, നഗരപാലിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നത്. മെയ് 1, 2022 നിയമിതനായ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. സുമൻ ബെറി. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് ജൂലൈ 1, 2024 ജൂലൈ 1, 2024. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. ഇവ ഏത് കൃഷിക്കാണ് അനുയോജ്യം? കരേവാം മണ്ണ് അനുയോജ്യം കുങ്കുമപ്പൂവിനാണ്. കുങ്കുമപ്പൂവ്. താഴെ കൊടുത്തിരിക്കുന്ന ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. നർമ്മദ, താപ്തി എന്നിവയാണ്. നർമ്മദ, താപ്തി. കേരളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH 66. NH 66. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയുമാണ് തന്നിരിക്കുന്നത്. പെരിങ്ങൽകൂത്ത് എറണാകുളം, കുറ്റ്യാടി കോഴിക്കോട്, കല്ലട കൊല്ലം, ശെങ്കുളം ഇടുക്കി. തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്.
പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങൾ പറയുന്ന വകുപ്പുകൾ. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. 21-ാം അനുച്ഛേദമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 21-ാം അനുച്ഛേദം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്ന്? 2008 ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത്. താമരയുടെ ശാസ്ത്രീയ നാമം? നെലംബോ ന്യൂസിഫറ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം? തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ഏറ്റവും വലുത് മലനാടാണ്. താഴെ പറയുന്നവയിൽ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമല്ലാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമല്ലാത്തത് ഉപരാഷ്ട്രപതിയാണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആര്? RDO ആണ്. ഓപ്ഷൻ സി RDO. മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ മുതലാണ് ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നത്? 22 ദിവസമാണ്. 22 ദിവസം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് 1861 1861. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ചുവന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആര്? മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി നടൻ ആരാണ്? ഉത്തരം PJ ആന്റണിയാണ്. PJ ആന്റണി. ചെറിയ മനുഷ്യരും വലിയ ലോകവും ആരുടെ കാർട്ടൂൺ പരമ്പരയായിരുന്നു? ചെറിയ മനുഷ്യരും വലിയ ലോകവും G. അരവിന്ദൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? കേരളത്തിലേത്? ആനമുടി. ആവിയന്ത്രം കണ്ടുപിടിച്ചത്? ജെയിംസ് വാട്ട്. ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കൊച്ചി ആസ്ഥാനമായി ഭരിച്ചിരുന്ന സ്വരൂപം? പെരുമ്പടപ്പ് സ്വരൂപം. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? വായിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22 1947 ജൂലൈ 22. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് സെയിം ഡേറ്റ് തന്നെ 1950 ജനുവരി 24. അവസാന സമ്മേളനം നടന്നതും 1950 ജനുവരി 24. അടുത്ത ചോദ്യം. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ എന്ന നോവൽ രചിച്ചത്
CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ള. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല കണ്ണൂർ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ബേക്കൽ കോട്ട കാസർഗോഡാണ്. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3, 4 എന്നിവ. 4ഉം ശരിയാണ്. നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവ. ഓപ്ഷൻ എ 1, 2 എന്നിവ. ദേശീയ നിയമദിനം നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത് എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ എ ആണ് BSF. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിലാണ്. യുറാസിൽ. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. അവസാനത്തെ ചോദ്യം, കോക്ലിയയ്ക്കുള്ളിലെ അറകളുടെ എണ്ണം എത്രയാണ്? കോക്ലിയയ്ക്കുള്ളിലെ അറകളുടെ എണ്ണം 3 ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.